തടവുകാരെ കൊണ്ടുപോകുന്നത് ട്രെയിനുകളിലാണ്. സാധാരണയായി യാത്രാബോഗികളിൽ തന്നെയാണ് ഇവരെയും കൊണ്ടുപോകാറ്. കയ്യിൽ വിലങ്കും കാലിൽ ചങ്ങലയുമിട്ട് തോക്കുധാരികളായ പോലീസുകാരുടെ കാവലിൽ. പക്ഷേ തടവുകാരുടെ എണ്ണം കൂടിയപ്പോൾ യാത്രാബോഗികൾ തികയാതെ വന്നു. അപ്പോഴാണ് ഒരു ബുദ്ധിമാനായ ഏതോ ഉദ്യോഗസ്ഥന് ആ ആശയം തോന്നിയത്. എന്തിനാണ് യാത്രാബോഗികൾ? സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഗുഡ്സ് വാഗണുകൾ കാലിയായി കിടപ്പില്ലേ? അതിൽ കയറ്റി കൊണ്ടുപോയാൽ പോരെ? അങ്ങനെ 1921 നവംബർ 19 തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ആ വാഗൺ കൊണ്ടുവന്നിട്ടു. മദ്രാസ് ആൻഡ് സദേൺ മഹാരാത്ത റെയിൽവേയുടെ 1711 എന്ന നമ്പറുള്ള ഒരു സാധാരണ ചരക്ക് വാഗൺ. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച അടച്ചുപൂട്ടിയ ഒരു പെട്ടി. സാധനങ്ങൾ കേടുകൂടാതെ മഴയും വെയിലുമേൽക്കാതെ കൊണ്ടുപോകാൻ വേണ്ടി നിർമ്മിച്ചത്. അതിന് ജനലുകളില്ല, വായു കടക്കാൻ മുകളിൽ ചെറിയൊരു വിടവ് പോലുമില്ല. ഇരുവശത്തും പുറത്തുനിന്ന് മാത്രം തുറക്കാനും അടക്കാനും പറ്റുന്ന ഒരു വലിയ ഇരുമ്പ് വാതിൽ. അതൊരു ശവപ്പെട്ടി പോലെയായിരുന്നു. അന്ന് രാവിലെ തിരൂർ സബ് ജയിലിൽ നിന്ന് ഏകദേശം 100ഓളം തടവുകാരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിക്കൊണ്ടുവന്നു. അവരെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ പല ഗ്രാമങ്ങളിൽ നിന്നായി പിടിക്കപ്പെട്ടവരായിരുന്നു. പലരുടെയും ശരീരത്തിൽ മർദ്ദനത്തിൻ്റെ പാടുകളുണ്ട്. ദിവസങ്ങളായി ശരിയായ ഭക്ഷണമോ വെള്ളമോ കിട്ടിയിട്ട് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് തങ്ങളെ കുത്തിനിറയ്ക്കാൻ പോകുന്നത് ഒരു ഇരുട്ടുപെട്ടിയിലാണെന്ന് അവർക്ക് മനസ്സിലായത്. അവർ പ്രതിഷേധിക്കാൻ ശ്രമിച്ചു. ഞങ്ങളെ ഇതിലിട്ട് കൊല്ലരുത്, ഞങ്ങൾ മനുഷ്യരാണ്, അവർ കരഞ്ഞു പറഞ്ഞു. പക്ഷേ ആര് കേൾക്കാൻ? പോലീസ് സാർജന്റ് ആൻഡ്രൂസ് എന്ന ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അവരെ ബലം പ്രയോഗിച്ച് ആ വാഗണിലേക്ക് തള്ളിക്കയറ്റി. ലാത്തി കൊണ്ടടിച്ചു, ബൂട്ടിട്ട് ചവിട്ടി. 100 പേർക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത ആ ചെറിയ പെട്ടിയിലേക്ക് അവരെ ഒന്നിനു മുകളിൽ ഒന്നായി കുത്തിനിറച്ചു. അവസാനം ആ വലിയ ഇരുമ്പുവാതിൽ അവർ പുറത്തുനിന്ന് അടച്ചുപൂട്ടി. അകത്ത് കൂരാക്കൂരിട്ട്. ആദ്യം എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും ആർക്കും മനസ്സിലായില്ല. ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന രീതിയിൽ ആളുകൾ ഞെങ്ങിഞ്ഞെരുങ്ങി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ട്രെയിൻ പതുക്കെ നീങ്ങാൻ തുടങ്ങി. തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂർ വരെയായിരുന്നു ആ യാത്രയുടെ ആദ്യഘട്ടം. അവിടെ എത്തിയിട്ട് വേണം ബെല്ലാരിയിലേക്കുള്ള ട്രെയിൻ മാറിക്കയറാൻ. ആ ഇരുട്ടുപെട്ടിക്കുള്ളിലിരുന്ന് പുറത്തെ ലോകത്തിൻ്റെ ശബ്ദങ്ങൾ മാത്രം കേട്ട് തങ്ങളുടെ അന്ത്യവിധിയും കാത്ത് ആ മനുഷ്യർ യാത്ര തുടങ്ങി. ട്രെയിൻ ഓടിത്തുടങ്ങിയപ്പോൾ തന്നെ അകത്തെ സ്ഥിതി ഭീകരമായി. ചൂടുകൊണ്ട് ശരീരം ഉരുകാൻ തുടങ്ങി. ആളുകൾ വിയർത്തു. ശുദ്ധവായുവിനു വേണ്ടി എല്ലാവരും ഒരുപോലെ ആർത്തി പിടിച്ചപ്പോൾ ആ ചെറിയ പെട്ടിക്കുള്ളിലെ ഓക്സിജൻ അതിവേഗം തീർന്നു തുടങ്ങി. ആളുകൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. അവരലറി വിളിച്ചു. വാതിലിൽ ആഞ്ഞടിച്ചു. തുറക്കൂ, ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു, കുറച്ച് വെള്ളം തരൂ. അവരുടെ കരച്ചിൽ പുറത്തുള്ള പോലീസുകാർ കേട്ടില്ലെന്ന് നടിച്ചു. അതവരുടെ പതിവ് അടവാണെന്നാണ് അവർ കരുതിയത്. സമയം കടന്നുപോയി. ഷൊർണൂർ സ്റ്റേഷൻ എത്തിയപ്പോൾ ട്രെയിൻ നിർത്തി. അകത്തുനിന്നുള്ള നിലവിളിയും ഇടിയും നേർത്തു വന്നിരുന്നു. ചില പോലീസുകാർക്ക് എന്തോ പന്തികേട് തോന്നി. അവർ സർജന്റിനോട് വാതിൽ തുറന്നു നോക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അയാൾ സമ്മതിച്ചില്ല. അതൊക്കെ അവരുടെ അടവാണ്, തുറന്നാൽ അവർ പുറത്തു ചാടും, അയാൾ പറഞ്ഞു. ട്രെയിൻ വീണ്ടും മുന്നോട്ട് നീങ്ങി. അകത്ത് മരണത്തിൻ്റെ തണുപ്പ് പടർന്നു പിടിക്കാൻ തുടങ്ങിയിരുന്നു. ഓരോരുത്തരായി ശ്വാസം കിട്ടാതെ നിലത്ത് വീണു. ദാഹം സഹിക്കവയ്യാതെ ചിലർ മറ്റുള്ളവരുടെ വിയർപ്പ് നക്കി കുടിച്ചു. ചിലർ സ്വന്തം മൂത്രം കുടിച്ചു. ജീവനു വേണ്ടിയുള്ള ആ പിടച്ചിലിനിടയിൽ അവർ പരസ്പരം മാന്തി പറിച്ചു, കടിച്ചു. അതൊരു നരകമായിരുന്നു. ജീവനുള്ള മനുഷ്യരെ ഒരു ഇരുമ്പുപെട്ടിയിലിട്ട് പുഴുങ്ങിക്കൊല്ലുന്ന നരകം. ഏകദേശം 5 മണിക്കൂറുകൾക്ക് ശേഷം രാത്രിയോടെ ട്രെയിൻ പോത്തന്നൂർ സ്റ്റേഷനിലെത്തി. വാഗൻ മാറ്റിക്കയറ്റാനായി വാതിൽ തുറന്ന റെയിൽവേ ജീവനക്കാർ ആ കാഴ്ച കണ്ട് ഞെട്ടിവിറച്ചു. അകത്ത് മനുഷ്യരുടെ ജഡങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി കുന്നുകൂടി കിടക്കുന്നു. ജീവനോടെ ശേഷിച്ച കുറച്ചുപേർ ബോധരഹിതരായി അതിനിടയിൽ വീണുകിടപ്പുണ്ട്. ആ വാഗണിൽ നിന്ന് പുറത്തേക്ക് വന്ന ദുർഗന്ധം സഹിക്കാനാവാതെ ആളുകൾ ഓക്കാനിച്ചു. മരിച്ചവരെയും ജീവനുള്ളവരെയും വേർതിരിച്ചു പുറത്തെടുത്തു. 64 പേർ ആ ഇടുങ്ങിയ മുറിയിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചിരുന്നു. ബാക്കിയുള്ളവർ മരണത്തോട് മല്ലിടുകയായിരുന്നു. ഈ വാർത്ത പുറത്തറിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് ഭയന്ന ബ്രിട്ടീഷ് അധികാരികൾ മൃതദേഹങ്ങൾ തിരൂരിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഒരു വലിയ കുഴിവെട്ടി അതിലിട്ട് മൂടി. കോയമ്പത്തൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബാക്കിയുള്ളവരിൽ ചിലർ കൂടി പിന്നീട് മരിച്ചു. അങ്ങനെ മരണസംഖ്യ 70ആയി. ഈ സംഭവം ചരിത്രത്തിൽ വാഗൺ ട്രാജഡി എന്ന പേരിൽ അറിയപ്പെട്ടു. ഇത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ മനുഷ്യത്വഹീനമായ മുഖം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി. ഒരു യുദ്ധത്തിൽ വെടിയേറ്റ് മരിക്കുന്നതിനേക്കാൾ ഭീകരമായിരുന്നു ആ മരണം.